പോലെയുള്ള ഭാരതം പോലെയുള്ള നാട്ടിൽ 5 നേരം ഈ കോളാമ്പിയിലൂടെ അള്ള അല്ലാണ്ട് വേറെ ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നത് മതനിന്നല്ലേ എന്ന ചോദ്യം. ഉസ്തു കൊടുത്ത മറുപടി എന്താണല്ലോ, ക്രിസ്ത്യാനികൾ പറയാറുണ്ടല്ലോ യേശു അല്ലാതെ വേറെ രക്ഷകനില്ല, യേശു അല്ലാതെ വേറെ രക്ഷകനില്ല. എന്റെ പൊന്നു ഉസ്തു, ഇന്ന് വരെ ഈ കേരളത്തിൽ എന്നല്ല ഓൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വലിയ കോളാമ്പി മൈക്ക് കെട്ടിവെച്ച് ക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷകനില്ല എന്ന് പ്രിയമുള്ളവരെ, ഇയാൾക്ക് മറുപടി കൊടുക്കാനല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മറുപടിയൊക്കെ അൻസാരി സുഹരി ഉസ്താദ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ഇതര മതസ്ഥരായ ആളുകളും ഇയാളുടെ ഈ വാചോടാപങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇയാളുടെ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. നമ്മുടെ ഈ കേരളത്തിൽ നമുക്കറിയാം, ഇതര മതസ്ഥർ വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ്. ഇന്ത്യയുടെ മുദ്രാവാക്യം തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്നാണ്. ഏത് മതസ്ഥർക്കും ഇവിടെ ജീവിക്കാനും ഏത് മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ഏത് മതവും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മുസ്ലിം എവിടെയെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യാപകമായിട്ട് പലരും ബ്ലോഗുകൾ ചെയ്യുന്നുണ്ട്, പലരും വീഡിയോകൾ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ മറ്റുള്ള മതങ്ങളുടെ തത്വങ്ങളെ വിമർശിക്കുക, മതങ്ങളെ ആക്ഷേപിക്കുക, വിദ്വേഷം പരത്തുക, ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരെ മറിച്ച് ഇസ്ലാമിനെതിരെ എത്രയെത്ര ആളുകളാണ്. ഇയാളൊരു ഉദാഹരണം മാത്രമാണ്. ഇയാൾ എത്ര വർഷങ്ങളായി ഏതെങ്കിലും ഒരു മുസ്ലിമിനെതിരല്ല, ഒരു മുസ്ലിം എന്തെങ്കിലും തെറ്റ് ചെയ്ത് വേണ്ടാത്തരം ചെയ്ത് അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ മറുവശത്താണുണ്ടായി, മുസ്ലിമിന്റെ വശത്തല്ല. ഒരു മുസ്ലിം ഒരു മതവിദ്വേഷം നടത്തിയിട്ട് അയാൾക്കെതിരെ ഒരു അമുസ്ലിമായ മനുഷ്യൻ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ ആ അമുസ്ലിമായ മനുഷ്യന്റെ ഒപ്പാണ് ഉണ്ടാകുക. അങ്ങനെ ഒന്നുമല്ലാതെ നേരെ മതങ്ങളെ വിമർശിക്കുന്നത്, ആ മതങ്ങളുടെ ദൈവങ്ങളെ കളിയാക്കുന്നത്, ആ മതങ്ങളുടെ ആചാരങ്ങളെ കളിയാക്കുന്നത്, ആ മതങ്ങളുടെ പ്രവാചകന്മാരെ കളിയാക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരെ മറിച്ച് ഇസ്ലാമിനെതിരെ എത്ര ആളുകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നിരന്തരമായിട്ട് വിദ്വേഷം വമിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും ബ്ലോഗുകളും അത്തരത്തിലുള്ള വീഡിയോകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്ക് നിങ്ങൾ. എന്നിട്ടും അവരൊക്കെ വളരെ ശാന്തമായി സുന്ദരമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മുസ്ലിങ്ങൾ അഥവാ എങ്ങാനും ഏതെങ്കിലും മതങ്ങളെ ചീത്ത പറയുകയോ മതത്തിന്റെ തത്വങ്ങളെ അല്ലെങ്കിൽ ആ മതത്തിന്റെ ഗ്രന്ഥങ്ങളെ, ആ മതത്തിന്റെ ആചാര്യന്മാരെ, ആ മതത്തിന്റെ ദർശനങ്ങളെ, ആ മതത്തിന്റെ മറ്റുള്ള ആചാരങ്ങളെ ഒക്കെ കുറ്റം പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ? നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കുക? ഒരിക്കലും നമ്മളത് അംഗീകരിച്ചു കൊടുക്കില്ലല്ലോ. ആദ്യം അതിനെ എതിർക്കുന്നത് നമ്മളായിരിക്കും, അല്ലേ? ആദ്യം അതിനെ എതിർക്കുന്നത് നമ്മളായിരിക്കും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നേരെ മറിച്ച് അപ്പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഒരു വ്യക്തിക്കെതിരെയല്ല, നേരെ മതത്തിനെതിരെ, മതത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെതിരെ, നമ്മൾ വിശ്വസിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിനെതിരെ, ഇങ്ങനെ പല വിദ്വേഷങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകളെ ഡിഫെൻഡ് ചെയ്യുക എന്നല്ലാതെ അവരുടെ ആ ഡിഫെൻഡ് ചെയ്യുമ്പോഴും അവരുടെ മതങ്ങളെയോ ദർശനങ്ങളെയോ ഒക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് പലരും അങ്ങോട്ട് പ്രതികരിക്കുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കാം? നമുക്കറിയാം, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ മദ്രസ സംവിധാനമാണ്. ഇങ്ങനെ ഒരു മദ്രസ സംവിധാനം സെറ്റപ്പ് എല്ലാവർക്കും, എല്ലാ മതസ്ഥരായ ആളുകൾക്കും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അപരമത വിദ്വേഷം കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ലോകത്ത് തന്നെ മറ്റു മതങ്ങളെ വിമർശിക്കുന്ന ജനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. കാരണം നമ്മുടെ മദ്രസയിലൂടെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതര മതങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ഇതര മതങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ കുറ്റം പറയരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ടും തിരിച്ചു പറയും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങളുടെ മതങ്ങൾ പ്രചരിപ്പിക്കാനാണ് പരിശുദ്ധമായ ഖുർആനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ആ മതസ്ഥരുമായിട്ട്, ആ വ്യക്തികളുമായിട്ട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി ഒരു ജൂതനായ മനുഷ്യന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്നതാണ്. ഇതിനോളം വലിയ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാൻ കഴിയില്ല. അത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതര മതസ്ഥരുമായി പെരുമാറിയിരുന്ന ഒരു രീതിയായിരുന്നു ഇത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ നേരെ മറിച്ച് മറ്റുള്ള മതസ്ഥരായ ആളുകളിൽ അവരുടെ ദർശനങ്ങൾ, അവരുടെ സുവിശേഷങ്ങൾ, അവരുടെ വചനങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അത് കൃത്യമായ പാതയിൽ, കൃത്യമായ റൂട്ടിൽ അനുവർത്തിക്കുന്ന ആളുകൾ ഇങ്ങനൊന്നും ചെയ്യുന്നില്ല. അവര് മറ്റുള്ള മതസ്ഥരെ വിമർശിക്കുകയോ ഇസ്ലാമിനെ വിമർശിക്കുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ചില ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുക, ഈ അപരമത വിമർശനം കൊണ്ട് ജീവിക്കുക, അതുകൊണ്ട് ഫണ്ട് തേടുക, അതുകൊണ്ട് ജീവിക്കുക, അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക.
അപ്പൊ ഇത്തരം ആളുകളൊക്കെ കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാ. ഒരു മതത്തെയും ഒരു ദർശനത്തെയും ഒരു ദൈവങ്ങളെയും വിമർശിക്കാത്ത, ചീത്ത പറയാത്ത, അത് അരുതേ എന്ന് പഠിപ്പിച്ച ഒരു പരിശുദ്ധമായ ആശയ സംഹിതക്ക് കീഴിൽ, ഒരു സംവിധാനത്തിന് കീഴിൽ, അല്ലെങ്കിൽ ഒരു മതത്തിന് കീഴിൽ അള്ളാഹു നമ്മളെ ആക്കിയല്ലോ. അൽഹംദുലില്ലാ. ആ ഒരു സന്തോഷം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.